Hi all, welcome to I+. ഞാൻ അക്ഷര. കാറ്റഗറി 3 ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ടൈമിലേക്ക് കടക്കാം. ഹോമോഫോൺ. ഹോമോഫോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേർഡ്സ് ആണ്. ആ വേർഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? വേർഡ്സ് ദാറ്റ് ഷെയർ സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഹാവ് ഡിഫറെൻറ്റ് മീനിങ് ആൻഡ് ഓഫൻ ഡിഫറെൻറ്റ് സ്പെല്ലിംഗ്. അപ്പോൾ ഹോമോഫോണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, പക്ഷേ മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും, മിക്കവാറും സ്പെല്ലിങ് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? നമുക്ക് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ള വാക്കുകളാണല്ലേ. ദേ ക്യാൻ ക്രിയേറ്റ് കൺഫ്യൂഷൻ ബോത്ത് ഇൻ സ്പോക്കൺ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള കോണ്ടെക്സ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ സംശയം വന്നേക്കാം. എക്സാമ്പിൾ നോക്കാം. ബെയർ. ബെയർ എന്ന് പറയുമ്പോഴത്തേക്ക് BARE ബെയറും BEARും. അപ്പം ആദ്യം വന്ന ബെയർ എന്താണ്? അൺകവേർഡ് ആണ്. രണ്ടാമത് പറഞ്ഞ എന്താണ്? ഒരു ആനിമലിൻ്റെ പേരാണ്. അപ്പം നമുക്ക് പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണ്, സ്പെല്ലിംഗ് വ്യത്യാസമാണ്, അർത്ഥവും വ്യത്യാസമാണ്. ദെൻ റൈറ്റ്. WRITE റൈറ്റും RIGHT റൈറ്റും. അപ്പോൾ എന്താണ്? റൈറ്റ് എഴുതുക എന്നുള്ള അർത്ഥം, കറക്റ്റ് എന്നുള്ള അർത്ഥം. നോക്കിക്കേ, ഇവിടെ സ്പെല്ലിംഗ് വ്യത്യാസമാണ്, പക്ഷേ നമുക്ക് എന്താണ് ഒരുപോലെ വന്നത്? പ്രൊനൗൺസിയേഷനാണ് ഒരുപോലെ വന്നത്. അപ്പോൾ ഹോമോഫോൺ. ഹോമോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്നാണ് അർത്ഥം. ഫോൺ ശബ്ദം, അപ്പോൾ ഒരേപോലെയുള്ള ശബ്ദം എന്ന് ഓർത്ത് വെക്കാം. എക്സാമ്പിൾ എഴുതി തന്നെ പഠിക്കുക. അടുത്താണ് ഹോമോഗ്രാഫ്. ഹോമോഗ്രാഫ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വേർഡ്സ് തന്നെയാണ്. ദേ ആർ സ്പെൽഡ് ദ സെയിം ബട്ട് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് മീനിങ് ആൻഡ് സംടൈം ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ നോക്കിക്കും, ഇവിടെ സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഡിഫറെൻറ്റ് മീനിങ് ആകാം, അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷനും ആകാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വേണം റീഡർ ആവട്ടെ ലിസണർ ആവട്ടെ എന്താണ് അർത്ഥം എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോമോഗ്രാഫിൽ നമുക്ക് സെയിം ആൻഡ് ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ വരുന്ന ടൈപ്പ് വാക്കുകളുണ്ട്. അപ്പോൾ സെയിം പ്രൊനൗൺസിയേഷൻ വരുന്നതുകൊണ്ട് ഡിഫറെൻറ്റ് വരുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എക്സാമ്പിൾ എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹോമോഗ്രാഫാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. സെയിം പ്രൊനൗൺസിയേഷൻ ഉള്ളത് നോക്കിക്കേ. ലെഡ്. ലെഡ് ടു ഗൈഡ് എന്ന് പറയുന്ന അർത്ഥമുള്ള ലെഡ്. പിന്നെന്താണ്? ഹെവി മെറ്റൽ ആയിട്ടുള്ള ലെഡ്. രണ്ടിന് സ്പെല്ലിങ്ങും ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്പെല്ലിങ് ഒന്ന് തന്നെയാണ്, അതോടൊപ്പം തന്നെ എന്താണ്? പ്രൊനൗൺസിയേഷനും ഒരുപോലെ വന്നു. ഇനി ടാം. നമ്മൾ റിപ്പ് ചെയ്യുക എന്ന അർത്ഥമുള്ള ടിയറും ഉണ്ട്. പിന്നെന്താണ്? ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് ഫ്രം ദ ഐ, കണ്ണുനീരെന്നുള്ള ടിയറും ഉണ്ട്. അപ്പം ഇവിടെ രണ്ടിൻ്റെയും പ്രൊനൗൺസിയേഷൻ ഒരുപോലെ വന്നു, സ്പെല്ലിങ് ഒരുപോലെ വന്നു, പക്ഷേ വ്യത്യാസം എവിടെയാണ്? മീനിങ്ങിലാണ്. ഇനി ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷനുള്ള ഹോമോഗ്രാഫുകളും വരാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വൈൻ ടു ട്വിസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ടു ട്വിസ്റ്റ് എന്നുള്ള ആ ഒരു വൈൻഡ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഉണ്ടോ? വൈൻഡ് എന്നാണ്. അതോടൊപ്പം വിൻഡ്. വിൻഡിൻ്റെ സ്പെല്ലിങ് ഇത് തന്നെയാണ് കണ്ടോ. വിൻഡിൻ്റെ എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഇത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പ്രൊനൗൺസിയേഷൻ ഫോണ്ടിക്കലി കൂടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈൻഡ്, ഹൈ സൗണ്ട് വന്നല്ലേ, വൈൻഡ്. ഇവിടെ എന്താണ്? വിൻഡ്. അപ്പോൾ ട്വിസ്റ്റ് എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ വൈൻഡ് എന്നും, പിന്നെ നമ്മുടെ മൂവിങ് എയർ ആയിട്ടുള്ള അതിനെ എങ്ങനെയാണ്? വിൻഡ് എന്നുമാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. റെഡ്. അതായത് നമ്മൾ ഏത് റെഡാണ്? ഇവിടെ പാസ്റ്റ് ടെൻസ് ഓഫ് റീഡ്. റീഡ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, കണ്ടില്ലേ? ആ റെഡ് അവിടെ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? റെഡ് എന്നാണ്. നമ്മൾ ആ കളർ റെഡ് പറയുന്ന പോലെ തന്നെയാണ് റീഡിൻ്റെ പാസ്റ്റ് ടെൻസ് പറയുന്നത്. എന്നാൽ അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് നമ്മൾ എങ്ങനെ പറയും? റീഡ് അല്ലേ? നോക്കിക്കേ, റീഡ് എന്നാണ്. അവിടെ ഈ സൗണ്ട് വരുന്നുണ്ട്. ഇവിടെ ഏതാണ്? സൗണ്ടാണ്. റെഡും റീഡും. പക്ഷേ സ്പെല്ലിങ് നോക്കിക്കേ സെയിം തന്നെയാണ്, കണ്ടില്ലേ? അപ്പോൾ അതാണ് ഈ ഹോമോഗ്രാഫിൽ നമ്മൾ അറിയേണ്ടത്. എക്സാമ്പിൾ എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഇത് തിരിഞ്ഞു പോകും. അടുത്തത് ഹോമോനിമ്മാണ്. ഹോമോനിം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഹോമോഫോണുകളും ഹോമോഗ്രാഫുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ള ഒരു ടേമാണ് ഹോമോനിം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇറ്റ് റെഫേഴ്സ് ടു വേർഡ്സ് ദാറ്റ് ഷെയർ എയ്തർ സെയിം പ്രൊനൗൺസിയേഷൻ, ഒന്നെങ്കിൽ സെയിം പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ എന്താ? സെയിം സ്പെല്ലിങ്, പക്ഷേ എന്താകാം? മീനിങ് ഡിഫറെൻ്റ് ആകണം. സെയിം പ്രൊനൗൺസിയേഷൻ ആകാം, സെയിം സ്പെല്ലിങ് ആകാം, പക്ഷേ മീനിങ്
ഡിഫറെൻ്റ് ആകണം. അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ തന്നെ ഹോമോഫോണിക് ആയിട്ടുള്ള ഹോമോണിംസ് ഉണ്ടാവും. ഹോമോഫോണിക് നോക്കിക്കും. ഫ്ലവർ, FLOWER, ഫ്ലവർ. പിന്നെ ഫ്ലവർ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പൂവ് എന്നുള്ള അർത്ഥവും പിന്നെ അതോടൊപ്പം എന്താണ് ഗ്രൗണ്ട് ഗ്രീൻ, നമ്മൾ പൊടികളില്ലേ ആ ഒരു ഫ്ലവറും. പിന്നെ പെയർ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉള്ളതും. പിന്നെ ഈ പെയർ എന്താണ് ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കും നമ്മുടെ ഹോമോഫോണിക്കാണ്, ഒരേ പ്രൊനൗൺസിയേഷനാണ്, പക്ഷേ സ്പെല്ലിങ് വ്യത്യാസം വന്നു, മീനിങ്ങും വ്യത്യാസം വന്നു. അതാണ് ഹോമോഫോണിക് ഹോമോണിം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹോമോഗ്രാഫിക് ഹോമോണിം ഉണ്ട്. നോക്കിക്കേ, ലെഡ് ടു ഗൈഡ്, ലെഡ് ഹെവി മെറ്റൽ. അതുപോലെ കൂടാതെ ബാറ്റ് എന്താണ് നമുക്ക് ബാറ്റ് ചെയ്യാനുള്ള, ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉള്ള ഇംപ്ലിമെൻറ്റ്. പിന്നെ ഫ്ലൈയിങ് മാമലായിട്ടുള്ള ബാറ്റ്. ഇവിടെ നോക്കിക്കും, സ്പെല്ലിങ് ഒരുപോലെ തന്നെയാണ്, പ്രൊനൗൺസിയേഷനും ഒരുപോലെയാണ്, പക്ഷെ മീനിങ് ഡിഫറെൻ്റ് ആണ്. അതാണ് ഹോമോഗ്രാഫിക് ഹോമോണിം. അപ്പോൾ കൃത്യമായിട്ട് ഓരോന്നിനും നിങ്ങൾ ഡിവിഷൻ എഴുതി വെച്ച് എക്സാമ്പിൾ എഴുതി തന്നെ പഠിക്കുക. ഇത് കൂടാതെ നമുക്കറിയാവുന്ന കുറേ എക്സാമ്പിൾസ് ഇല്ലേ, ആ എക്സാമ്പിൾ കൂടെ ഒക്കെ ആഡ് ചെയ്ത്, ഓറഞ്ചൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അടുത്ത ടൈം ഹൈപ്പോടാക്സിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്രേസസ് ഓർ ക്ലോസ് ഇൻ എ കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫോർമലായിട്ടുള്ള റൈറ്റിംഗ് ഇല്ലേ, നമ്മൾ വെറുതെ സംസാരിക്കുന്നതല്ല, കുറച്ചുകൂടെ ഫോർമലായിട്ടുള്ള ടെക്സ്റ്റുകൾ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റുകളൊക്കെ നോക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഡേഴ്സൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്ന പോലെയാണോ അവിടെ വരുന്നത്? അല്ല, ഒരു വ്യത്യാസം ഉണ്ടല്ലേ. കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ കാണും അവിടെ. ഫ്രേസുകളും ക്ലോസുകളും ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു അതിനെയാണ് ഹൈപ്പോടാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ അല്ലെങ്കിൽ സ്കോളറി റൈറ്റിങ്ങിലാണ് നമ്മളിപ്പോൾ ഒരു PhD തീസിസ് അല്ലെങ്കിൽ ഒരു റിസർച്ച് പേപ്പറൊക്കെ അതിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് ഇല്ലേ, അവിടെ ആ വാക്കുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കുറച്ചുകൂടെ ഇൻട്രിക്കേറ്റ് ആയിട്ടായിരിക്കും, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടായിരിക്കും, വളരെ സിമ്പിളായിട്ടായിരിക്കില്ല അല്ലേ, കുറച്ച് കോംപ്ലക്സ് ആയിട്ടൊക്കെ ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫ്രേസുകളുടെയും ക്ലോസുകളുടെയും അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് ഹൈപ്പോടാക്സിസ്. അടുത്ത ടേം അയാംബിക് പെൻഡാമീറ്റർ ആണ്. അയാംബിക് പെൻഡാമീറ്ററിനെ കുറിച്ച് നമ്മൾ നേരത്തെ ബ്ലാങ്ക് വേഴ്സ് പറഞ്ഞ ടൈമിൽ പറഞ്ഞതാണ്. അപ്പോൾ അയാംബിക് പെൻഡാമീറ്റർ എന്താണ്? ഒരു മെട്രിക്കൽ പാറ്റേൺ ആണ്. നമ്മൾ പോയട്രിയിൽ യൂസ് ചെയ്യും. 5 pairs ഓഫ് ആൾട്ടർനേറ്റിംഗ് അൺസ്ട്രെസ്ഡ് ആൻഡ് സ്ട്രെസ് സിലബിൾസ് ഇൻ ഈച്ച് ലൈൻ. പ്രത്യേകത എന്താണ്? 5 പെയർ സ്ട്രെസ്ഡും അൺസ്ട്രെസ്ഡും സിലബിൾസ് എന്ത് ചെയ്യുന്ന ആൾട്ടർനേറ്റ് ചെയ്ത് വരുന്ന രീതിയാണ് നമ്മൾ അയാംബിക് പെൻഡാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല പോയറ്റിക് ഫോമിലും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് അയാംബിക് പെൻഡാമീറ്റർ. അതൊരു മെട്രിക്കൽ പാറ്റേൺ ആണ്. അടുത്ത ടേം ഇന്റേണൽ മോണോലോഗ്. ഇന്റേണൽ മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിൻ്റെ ഇന്നർ തോട്ട് ആൻഡ് റിഫ്ലക്ഷനെയാണ് നമ്മൾ ഇന്റേണൽ മോണോലോഗ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലുള്ള കാര്യമാണ്. ക്യാരക്ടർ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇല്ല. അപ്പോൾ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? അതിങ്ങനെ പറയുന്ന പോലെ കാണിക്കും. അപ്പം മറ്റ് ക്യാരക്ടേഴ്സ് ആരും കേൾക്കാതെ ആത്മഗതം പറയുക എന്ന് പറയത്തില്ല. അപ്പം നമുക്ക് ഓഡിയൻസിന് നമുക്കത് കേൾക്കാം, പക്ഷേ കൂടെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആരും അത് കേൾക്കുന്നില്ല. ആ ഒരു പാറ്റേൺ ആണ് ഇന്റേണൽ മോണോലോഗ്. അപ്പോൾ അവിടെ എന്താണ്? ഇമോഷൻസും മോട്ടിവേഷൻസും മെൻ്റൽ പ്രോസസ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ക്യാരക്ടറിൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇന്റേണൽ മോണോലോഗ്. അടുത്ത ജസ്റ്റാ പൊസിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മുമ്പും പഠിച്ചിട്ടുള്ളതാണ്. മെറ്റാഫിസിക്കൽ പോയിട്രിയിലൊക്കെ ഒരുപാട് ജസ്റ്റാ പൊസിഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ജസ്റ്റാ പൊസിഷൻ എന്താണ്? പ്ലേസിങ് കോൺട്രാസ്റ്റിംഗ് എലമെൻറ്റ്സ് സൈഡ് ബൈ സൈഡ്. വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എലമെൻസിനെ എന്ത് ചെയ്യുന്നു? സൈഡ് ബൈ സൈഡ് വെക്കുന്നു. ടു ഹൈലൈറ്റ് ദിയർ ഡിഫറൻസ് ഓർ ക്രിയേറ്റ് സ്പെസിഫിക് ഇഫക്റ്റ്. ഒന്നെങ്കിൽ അവരുടെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ സ്പെസിഫിക് ഇഫക്റ്റായിട്ടും. ഭയങ്കര സുന്ദരമായതും ഭയങ്കര സുന്ദരം രണ്ടും ഓപ്പോസിറ്റ് ആണല്ലേ. പക്ഷേ ആ ഒരു കോൺട്രഡിക്ടറി എലമെൻസിനെ നമ്മൾ സൈഡ് ബൈ സൈഡ് വെച്ചപ്പോൾ ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് കിട്ടിയില്ലേ, അതാണ് എന്താ? ജസ്റ്റാ പൊസിഷൻ. അപ്പോൾ ഡീപ്പർ മീനിങ്ങും കണക്ഷനും ഒക്കെ നമുക്ക് ടെക്സ്റ്റിനകത്ത് മനസ്സിലാക്കി
തരാനായിട്ടാണ് ഈ ഒരു സ്റ്റൈൽ ഉപയോഗിക്കുന്നത്. നമുക്ക് പോയിട്രിയിൽ മാത്രമല്ല പ്രോസ് വർക്കിലും ഒക്കെ നമുക്ക് ജസ്റ്റ് ആ പൊസിഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് കൈറോസ്. കൈറോസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it refers to the opportune moment for conveying an idea or making an argument. കൃത്യസമയത്ത് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ല, ആ ഒരു സംഗതിയാണ് കൈറോസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മൊമെൻറ്റിൽ എന്തും കറക്റ്റായിട്ട് ആ ടൈമിലായിരിക്കണം ആ ഒരു ഐഡിയ കൺവേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ടൈമിലായിരിക്കണം ആ ഒരു ആർഗ്യുമെൻ്റ് നടത്തേണ്ടത്, കൃത്യസമയത്ത് നടത്തുക, അതിനെയാണ് കൈറോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ടൈമിങ് ആൻഡ് കോണ്ടെക്സ്റ്റ് എഫക്റ്റീവ്ലി ടു കമ്മ്യൂണിക്കേറ്റ് എ മെസ്സേജ്. ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കറക്റ്റ് കോണ്ടെക്സ്റ്റിലും കറക്റ്റ് ടൈമിലും ആ സംഗതി റിവീൽ ചെയ്യുക, അതാണ് കൈറോസ്. അടുത്തത് കെന്നിങ് ആണ്. കെന്നിങ്ങിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞത്? ഓൾഡ് ഇംഗ്ലീഷ് ടൈമിലാണ്. ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കോമ്പൗണ്ട് എക്സ്പ്രഷനാണ് ഓൾഡ് ഇംഗ്ലീഷിലും ഓൾഡ് നോട്ട്സിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു നൗണിനെ റീപ്ലേസ് ചെയ്യാൻ, പോയട്രിയിൽ ഒരു നൗണിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ കെന്നിങ് എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ആ ഒരു ഓൾഡ് ഇംഗ്ലീഷിലൊക്കെ കാണാൻ കഴിയുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ് വെയിൽ റോഡ്. വെയിൽ റോഡ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു മെറ്റഫറിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്തിനെ സൂചിപ്പിക്കാനാണ്? കടലിനെ സൂചിപ്പിക്കാൻ. സീയെ സൂചിപ്പിക്കാനായിട്ട് സീ എന്ന് പറയുന്നതിന് പകരം, സീ എന്നുള്ള നൗൺ പറയുന്നതിന് പകരം വെയിൽ റോഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും, ഓൾഡ് ഇംഗ്ലീഷിൽ കാണാൻ കഴിയും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? കെന്നിങ് എന്ന് പറയുന്നത്. അടുത്തത് ലൈറ്റ് ഔട്ട്സ് ആണ്. ലൈറ്റ് ഔട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് തന്നെയാണ്. അവിടെ എന്താണ്? അഫർമേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ നെഗേറ്റിംഗ് ഇറ്റ് ഓപ്പോസിറ്റ്. അപ്പം ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അഫർമേഷൻ പറയാനായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിനെ നെഗേറ്റ് ചെയ്തുകൊണ്ട് പറയുക. ഉദാഹരണം ഗുഡ്. ഗുഡ് എന്ന് നമുക്ക് പറയാൻ വയ്യ, മടിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തരക്കേടില്ല, മോശമല്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ ആ ഒരു സംഗതിയാണ് കറക്റ്റ്. നമ്മൾ പറഞ്ഞ ഗുഡിന് പകരം എന്ത് ചെയ്യുന്നു? നോട്ട് ബാഡ്, മോശമല്ല എന്ന് പറയാറില്ലേ? നല്ലതാണ് എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് മോശമല്ല എന്ന് പറയുന്നത്. അപ്പം നല്ലതാണ് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അതിന് ഇൻസ്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ട് ബാഡ് പറയുന്നു. അതാണ് ലൈറ്റ് ഔട്ട്സ് എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. ഇതൊക്കെ നമുക്ക് പോയിട്രിയിലൊക്കെ കാണാൻ കഴിയുന്നതാണ്. അടുത്തത് ലിറിക് പോയട്രി ആണ്. ലിറിക് പോയട്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഇമോഷൻസ് ഓർ ഫീലിങ്സ് ഇൻ എ മ്യൂസിക്കൽ ആൻഡ് മെലോഡിക് മാനർ. നമ്മൾ ഈ സംഗതി എവിടെ പഠിച്ചതും? ലിറിക്കൽ സ്റ്റൈലിൽ എഴുതിയിരുന്നുവെന്നും റൊമാൻറ്റിക് പോയട്രി പഠിച്ച സമയത്ത് നമ്മൾ ഓരോ റൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ലിറിക് പോയട്രി എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താണ്? പേഴ്സണൽ ഇമോഷൻസ് ഓർ ഫീലിങ്സ് മ്യൂസിക് അല്ലെങ്കിൽ മെലോഡിക് മാനറിൽ അവതരിപ്പിക്കുന്നതാണ് ലിറിക് പോയട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം അവിടെ എന്താണ്? ഇമോഷണൽ ഇൻറ്റൻസിറ്റിയും ഇൻട്രോസ്പെക്റ്റീവ് നേച്ചർ. ഇൻട്രോസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക എന്നുള്ളതാണ്. ഇമോഷനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന റൈറ്റിംഗ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. റൊമാൻറ്റിക് പോയിറ്റ്സൊക്കെ ലിറിക്കൽ പോംസ് എഴുതിയിരുന്നവരാണ്. അങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. അടുത്ത മെറ്റഫർ. മെറ്റഫർ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. നമ്മൾ അതേപോലെ ഏതൊരു ഏരിയ പഠിച്ചപ്പോഴാണ്? മെറ്റാഫിസിക്കൽ പോയട്രി പഠിച്ച സമയത്ത് മെറ്റഫേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. എന്താണ് മെറ്റഫർ? മെറ്റഫർ എന്ന് വെച്ചാൽ ടു അൺലൈക്ക് തിങ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുക. വൺ ഈസ് ദ അതർ ടു എ ക്രിയേറ്റ് വിവിഡ് ഓർ ഇമേജ് ഓർ അണ്ടർസ്റ്റാൻഡിങ്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഒന്ന് മറ്റൊന്ന് പോലെയാണെന്ന് പറയുക, ആ ഒരു സംഗതിയാണ്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ കൺവേ ചെയ്യാനായിട്ടാണ് നമ്മൾ മെറ്റഫർ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെറ്റഫർ ഉപയോഗിക്കുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ ഒരു വസ്തു മറ്റൊരു വസ്തു തന്നെയാണ്. മൈ ലവ് ഈസ് എ റെഡ് റോസ്. എൻ്റെ സ്നേഹം ഒരു ചുവന്ന് തൊടുത്ത റോസാപുഷ്പം പോലെയാണ് എന്ന് പറയുമ്പം എൻ്റെ സ്നേഹം എന്ന് പറയുന്ന സംഗതി എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്തു? റോസാപുഷ്പം പോലെ ഇക്വേറ്റ് ചെയ്തു. മെറ്റാഫിസിക്കൽ പോയിട്ടിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയുമല്ലേ? ലവേഴ്സിനെ കോമ്പസിൻ്റെ ലെഗ്സായിട്ട് കമ്പയർ ചെയ്യുന്നത്,
അതേപോലെ ടേപ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലെ കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇനി മെറ്റഫർ നമുക്കറിയാം, മെറ്റഫർ എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ആണ്. ഇനി കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈക്ക് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന് പറയുവാണ്. അപ്പം നമ്മൾ ലൈക്കോ ആസോ ഉപയോഗിക്കുവാണെങ്കിൽ മെറ്റഫർ എന്തായിട്ട് മാറും? സിമിലി ആയിട്ട് മാറുമെന്ന് ഓർത്ത് വെക്കുക. സിമിലി. അപ്പം നമ്മൾ ലൈക്കോ ആസോ ഉപയോഗിച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ സിമിലി. ലൈക്കും ആസോ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ആ വസ്തു ഇന്നതാണ് എന്ന് പറയുവാണെങ്കിൽ എന്താണ്? മെറ്റഫറാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത മോട്ടിഫ്. മോട്ടിഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കറിങ് തീം, സിമ്പിൾ ഓർ ഐഡിയ ഇൻ എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ. ഏതെങ്കിലും ഒരു വർക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അവിടെ തീം, സിമ്പിൾ, ഐഡിയ അതെന്താണ്? റിക്കർ ചെയ്യുവാണ്. ആ വർക്ക് ഓഫ് ലിറ്ററേച്ചറിൽ വീണ്ടും 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 ആ ഒരു സംഗതി തന്നെയാണ് പറയുന്നതെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് എന്താണ്? ഒരു ഓവറോൾ മീനിങ് അല്ലെങ്കിൽ ഓവറോൾ അറ്റ്മോസ്ഫിയർ കൺവേ ചെയ്യുന്ന ഒരു സംഗതിയെ നമുക്ക് എന്താ പറയാം? അതിൻ്റെ മോട്ടീഫ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു വർക്കിന് ഡെപ്ത് ആൻഡ് യൂണിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ത്? ഈ പറയുന്ന മോട്ടീഫ്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ എലജി റിട്ടറിനെ കൺട്രി ചർച്ചയാടെ നമുക്ക് എടുക്കാം. ആരുടെ വർക്കാണ്? തോമസ് ഗ്രേയുടെ വർക്കാണ് കേട്ടോ. അപ്പോൾ ആ വർക്കിൽ എന്താ ചെയ്യുന്നത്? ഡെത്ത് എന്ന് പറയുന്ന സംഗതി മോട്ടീഫാണ്. വീണ്ടും 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 അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മോട്ടീഫ്. അടുത്ത നരേറ്റർ. ആരാണ് നരേറ്റർ? ദ വോയിസ് ദാറ്റ് ടെൽസ് ദ സ്റ്റോറി. നമ്മളോട് കഥ പറഞ്ഞു തരുന്ന ആൾ. ആരുടെ ആ ഒരു സൗണ്ട്, ആരുടെ ആ ഒരു വോയിസിലൂടെയാണ് നമ്മളത് കേൾക്കുന്നത്. ആ വ്യക്തിയെ നമ്മൾ നരേറ്റർ എന്ന് പറയും. നരേറ്ററിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് നമ്മൾ കഥ കേൾക്കുന്നത്. നരേറ്ററാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഹൗ ദ സ്റ്റോറി ഈസ് പ്രസൻറ്റഡ് ടു ദ റീഡർ, ഇൻഫ്ലുവൻസിങ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഈവൻസ് ആൻഡ് ക്യാരക്ടേഴ്സ്. നമ്മൾ എങ്ങനെയാണ് വസ്തുതകളെ, എങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെയൊക്കെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ്? നരേറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ്. പ്രൊട്ടഗോണിസ്റ്റുമായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടറാണ്. എന്നാൽ ആരുടെ വോയിസിലൂടെയാണ് നമ്മൾ ആ കഥ കേൾക്കുന്നത്? ആ ഒരു വ്യക്തിയാണ് നരേറ്റർ എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ടേമാണ് നിയോളജിസം. നിയോളജിസം ചോദിക്കാറുള്ള ടേമാണ്. ഈ കൂട്ടത്തിൽ നിയോളജിസവുമായിട്ട് ബന്ധപ്പെട്ട വാക്ക് ഏതെന്ന് കണ്ടെത്താനായിട്ട് ചോദിച്ചിട്ടുണ്ട്. സംഗതി ഇത്രയേ ഉള്ളൂ. ക്രിയേഷൻ ഓർ യൂസ് ഓഫ് ന്യൂ വേർഡ്സ് ഓർ എക്സ്പ്രഷൻ ഓഫൺ ഫോർ ആർട്ടിസ്റ്റിക്, ഹ്യൂമറസ് ഓർ ഇൻവെൻറ്റീവ് പേർപ്പസ്. പുതിയ വാക്കുകൾ, പുതിയ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മുടെ ലിറ്ററേച്ചറിൽ വരുന്നതിനെയാണ് നിയോളജിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നെങ്കിൽ ആർട്ടിസ്റ്റിക് ഇഫക്റ്റിന് വേണ്ടിയിട്ട്. നമ്മൾ ബഷീറിൻ്റെ കാര്യമൊക്കെ പറയാറില്ല, അദ്ദേഹമൊക്കെ ഒരുപാട് വാക്കുകൾ ആർട്ടിസ്റ്റിക് ഇഫക്റ്റിന് വേണ്ടിയിട്ടും അതോടൊപ്പം ഹ്യൂമറസ് ഇഫക്റ്റിന് വേണ്ടിയിട്ടും ഒക്കെ കോയിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻവെൻറ്റ്, പുതിയൊരു വാക്ക് നമുക്ക് ആവശ്യമനുസരിച്ച് പുതിയ വാക്കുകളൊക്കെ ഇൻവെൻറ്റ് ചെയ്യാറുണ്ട്. സെൽഫി, ബ്ലോഗ് ഒക്കെ എന്താണ്? പുതിയ ടേംസ് ആണല്ലോ. അപ്പം നമ്മുടെ ആവശ്യമനുസരിച്ച് പുതിയതൊക്കെ വരും. അപ്പോൾ ഈ നിയോളജിസം ഓതേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റൈറ്റിംഗ് കുറച്ചും കൂടെ എൻറിച്ച് ചെയ്യാനും അതോടൊപ്പം തന്നെ എന്താണ്? ഒരു യൂണിക് വേർഡ് ക്രിയേറ്റ് ചെയ്യാനും. അപ്പോൾ ബഷീറിൻ്റെ കാര്യമൊക്കെ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാം അത് ആരുടെ വർക്കാണെന്ന് പറയാതെ തന്നെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതാണ് നിയോളജിസം. സ്വന്തമായിട്ട് വാക്കുകൾ കോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം വാക്കുകളെ പുതുതായിട്ട് കോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രഷനെ പുതുതായിട്ട് കോയിൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് നിയോളജിസം. നിയോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ന്യൂ ആണ്. അടുത്തത് ഓഡാണ്. ഓഡ് ഒരു ടൈപ്പ് ലിറിക്കൽ പോയമാണ് കേട്ടോ. നമ്മൾ റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ ലിറിക്കൽ പോംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ വരുന്ന ഒരു ടൈപ്പാണ് ഓഡ്. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. കാരണം റൊമാൻറ്റിക് ലിറ്ററേച്ചർ പഠിച്ച സമയത്ത് ഒരുപാട് ഓഡുകൾ നമ്മൾ പഠിച്ചു. ഓഡ് ഓൺ ദ ഇൻറ്റിമേഷൻ ഓഫ് ഇമോർട്ടാലിറ്റി പഠിച്ചു, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ നൺ, ഓഡ് ഓൺ എ നൈറ്റിംഗേൾ, അങ്ങനെ ഒരുപാട് വർക്ക്സ് ഉണ്ടല്ലേ. അങ്ങനെ നമുക്ക് ഈ ഓഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ സ്ട്രക്ചറിലുള്ള ഒരു വർക്കാണ്. എലവേറ്റഡ് ലാംഗ്വേജിലാണ് എഴുതുന്നത്. എന്താണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കും. കണ്ടില്ലേ? നൈറ്റിംഗേൾ, ഗ്രേഷ്യൻ നൺ, അങ്ങനെ നമ്മൾ പലതും പറയാറില്ലേ. അപ്പോൾ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓടെന്ന് പറയുന്നതും. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ്? ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ടും ഓഡ് യൂസ് ചെയ്യും. അപ്പോൾ അതാണ് ഓടെന്ന് പറഞ്ഞാൽ. ഓടിൻ്റെ എക്സാമ്പിളും അതേപോലെ റൈറ്റേഴ്സിനെയൊക്കെ ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. അടുത്തത് ഓക്സിമറോൺ ആണ്. ഓക്സിമറോൺ എന്ന് വെച്ചാൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അവിടെ എന്താണ്?
കോൺട്രഡിക്ടറി ടേംസ് ടു ക്രിയേറ്റ് എ യൂണിക് ഇഫക്റ്റ്. കോൺട്രഡിക്ടറി ആയിട്ടുള്ള ടേംസ് കൊണ്ടുവന്നിട്ടൊരു യൂണിക് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിമറൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് പലപ്പോഴും പാരഡോക്സിക്കലായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെയാണ്. ഉദാഹരണത്തിന് ബിറ്റർ സ്വീറ്റ് നോക്കിക്കേ, ബിറ്റർ സ്വീറ്റ്, കൈപ്പേറിയ മധുരം. അപ്പോൾ അതൊക്കെ നോക്കിക്കുക, ഒരു ഒറ്റ വാക്കിൽ തന്നെ രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് പാരഡോക്സ് ആണ് പറഞ്ഞത്, അതേപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് എന്ത് പറഞ്ഞു? ഓക്സിമറോൺ പറഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു ടേമും കൂടെ ഉണ്ട്. ഓക്കെ, പാരഡോക്സ് ഇനിയാണ് വരുന്നത്. പാരഡോക്സ് ആണ് ആ ഒരു ടേം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഏതാ പറഞ്ഞത്? ഓക്സിമറൺ പറഞ്ഞ സമയത്ത് ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വാക്കിലാണ് കോൺട്രഡിക്ഷൻ കിടക്കുന്നത്. ഇനിയും നമ്മളൊരു സെൻറ്റൻസിലാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രഡിക്ടറി ആയി വരുവാണെങ്കിൽ അതിനെയാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിമറോണിൽ എന്തായിരുന്നു? ഒരു ടേം മാത്രമായിരുന്നു, തിരിഞ്ഞു പോകരുത്. പാരഡോക്സ് വന്നപ്പോഴത്തേക്ക് അവിടെ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് വന്നു. സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് സെൽഫ് കോൺട്രഡിക്ടറി ആയിരിക്കും. പക്ഷെ ചില സമയത്ത് ആ കോൺട്രഡിക്ടറി ആണെങ്കിലും വളരെ വലിയൊരു ശക്തമായിട്ടുള്ള ഒരു ട്രൂത്തോ മീനിങ്ങോ ഒക്കെ ആയിരിക്കും കൺവേ ചെയ്യുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. ഏത് വർക്കിലെയാണ്? നമ്മൾ തുടക്കത്തിൽ ഒരു വർക്കിനെ കുറിച്ച് പറഞ്ഞതാണ്, ആനിമൽസ് ഫാം അല്ലേ? അപ്പോൾ അവിടെയും ഇതുപോലെ അവരെല്ലാം മൃഗങ്ങളെല്ലാം കൂടെ ചേർന്ന് നിയമങ്ങൾ ഉണ്ടാക്കുവാണ്. നിയമം ഉണ്ടാക്കുമ്പോൾ അതിൽ പറഞ്ഞ ആൾ ആർ ഈക്വൽ, എല്ലാവരും തുല്യരാണ്. ബട്ട് സം ആർ മോർ ഈക്വൽ, കുറച്ച് പേർ കുറച്ച് അധികം തുല്യരാണ്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞ കോൺട്രഡിക്ടറി ആണല്ലേ? എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് ആണ് കുറച്ച് പേർ, പ്രത്യേകിച്ച് കുറച്ച് പേര് എടുത്തു പറയുമ്പോഴത്തേക്ക് അവിടെ കോൺട്രഡിക്ടറി ആയി കഴിഞ്ഞു. പക്ഷെ അതൊരു ഡീപ്പായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു സത്യമായിരുന്നു. അതാണ് പാരഡോക്സ്. അപ്പോൾ ഓക്സിമറോൺ ആണെങ്കിൽ ടേം ആണ്, പാരഡോക്സ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ചാലഞ്ചസ് കൺവെൻഷണൽ തിങ്കിങ് ആൻഡ് ഇൻവേഴ്സ് റീഡർ ടു റീകൺസിഡർ ദ അസംഷൻ. നമ്മൾ വെറുതെ ഡയറക്റ്റായിട്ട് ചിന്തിക്കുന്ന ഒരു അർത്ഥം ഒന്നുമല്ല അവിടെ നമുക്ക് എന്താ കുറച്ചും കൂടി ഡീപ്പായിട്ടും റീഡേഴ്സിന് ആ ഒരു സംഗതി റീകൺസിഡർ ചെയ്യാനുള്ള ഒരു അവസരമാണ് റൈറ്റേഴ്സ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതും പാരഡിയാണ്. പാരഡി നമ്മൾ പോസ്റ്റ് മോഡേൺ ഒക്കെ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. കൂടുതലായിട്ട് നമ്മൾ പോസ്റ്റ് മോഡേൺ റൈറ്റിങ്ങിലാണ് നമുക്ക് പാരഡി കാണാൻ കഴിയുന്നത്. പാരഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സറ്റൈറിക്കൽ ഇമിറ്റേഷൻ, ഹ്യൂമറസ് അല്ലെങ്കിൽ സറ്റൈറിക്കൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വർക്കിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. വർക്ക് ഓഫ് ലിറ്ററേച്ചർ ആവാം, ആർട്ടാവാം, എന്ത് റാനയാവാം, അതിനെ എന്താണ്? സറ്റൈറിക്കലി ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ പാരഡി പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ? ഓണത്തിനൊക്കെ ഇറങ്ങുന്ന ആ ഒരു പണ്ടൊക്കെ ദേ മാവേലി കൊമ്പത്ത് പോലെയുള്ളതിനകത്തൊക്കെ ഒരുപാട് പാരഡി പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പാരഡി പാട്ടുകളൊക്കെ നമ്മൾ കേട്ടുള്ളതാണ്. അതുപോലെ എന്താണ്? ചില സമയത്ത് മോക്ക് ചെയ്യാം, ചില സമയത്ത് എക്സാഗ്രേറ്റ് ചെയ്യുന്നതാകാം. ഒറിജിനൽ ആയിട്ടുള്ളതിന് കൊമേഡിക് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സാഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പാരഡി. ഇപ്പോൾ ഓർത്ത് വെക്കുക, പോസ്റ്റ് മോഡേൺ റൈറ്റിങ്ങിലാണ് നമുക്ക് കൂടുതലായിട്ടും പാരഡി എന്ന് പറഞ്ഞൊരു സംഗതി വന്നിട്ടുള്ളത്. അടുത്തത് ക്വാട്രെയിൻ ആണ്. ക്വാട്രെയിൻ നമ്മൾ എന്ത് പഠിച്ചപ്പോഴാണ്? സോണറ്റ് പഠിച്ചപ്പോൾ പഠിച്ചതാണല്ലേ. അപ്പോൾ ക്വാട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഓർത്ത് വെക്കുക, ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റാൻസ ആയിരിക്കും. സ്റ്റാൻസയിൽ എത്ര വരി കാണും? 4 വരി. അപ്പം 4 വരിയുള്ള സ്റ്റാൻസയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാട്രെയിൻ എന്ന് പറയുന്നതും. അപ്പോൾ പല റൈമിങ് സ്കീം ഉപയോഗിക്കാറുണ്ട്. നമ്മളിപ്പം ക്വാട്രെയിൻ പല റൈമിങ് സ്കീമിൽ വരാറുണ്ട്. അപ്പം മെനി പോയിട്രി ഫോംസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന, പല പോയിട്രി ഫോംസിൽ കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ഷേക്സ്പിയറിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, അവിടെയൊക്കെ കൃത്യമായിട്ട് എന്താ ഒരു റൈം സ്കീം ഉണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു? ആദ്യത്തത് AB ആയിരുന്നു, ദെൻ CD EF ഏറ്റവും ഫൈനലി GG. അപ്പോൾ AB CD EF അത്ര എന്താണ്? ക്വാട്രെയിൻസ് ആയിരുന്നു, 4 വരികളായിരുന്നു. അടുത്ത റിട്ടോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആർട്ട് ഓഫ് ഇഫക്റ്റീവ് ഓർ പെർസുവേറ്റീവ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. നമ്മൾ കുറച്ച് ഇഫക്റ്റീവായിട്ട് ഒരാളെ പെർസുവേഡ് ചെയ്യുന്ന രീതിയിൽ, അയാൾക്ക് അതിനോട് താല്പര്യം തോന്നുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് റിട്ടോറിക് എന്ന് പറയുന്നത്. പല ടെക്നിക്സും പല സ്ട്രാറ്റജീസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്താൻ ശ്രമിക്കും റിട്ടോറിക്സിലൂടെ. അടുത്ത റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് കേൾക്കുമ്പോൾ റിട്ടോറിക്സുമായിട്ട് തിരിഞ്ഞു പോകരുത്, അതാണ് ചേർത്ത് പറയുന്നത്. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആസ്ക് ഫോർ എഫക്റ്റ് ഓർ
എംഫസിസ്, നോട്ട് എക്സ്പെക്ടിങ് ആൻസർ. നോക്കിക്കേ, ചിലപ്പോൾ കഥാപാത്രങ്ങൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ അവിടെ എന്താണ്, ഒരിക്കലും ആൻസർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അല്ലാതെ ഒരു ചോദ്യത്തിനെയാണ് നമ്മൾ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്, തോട്ട് ഓർ റീഇൻഫോഴ്സ് എ പോയിന്റ്. നമുക്ക് എന്തെങ്കിലും ചിന്തയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദ്യം, അല്ലാതെ നമ്മുടെ മറുപടിക്ക് വേണ്ടിയിട്ടല്ല. അതിനെയാണ് നമ്മൾ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് സോളിലോക്വിയാണ്. സോളിലോക്വി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോളിലോക്വി സ്പീച്ച് ഡെലിവേർഡ് ബൈ എ ക്യാരക്ടർ എലോൺ ഓൺ എ സ്റ്റേജ്. അവിടെ ആ ഒരു സ്റ്റേജിൽ വന്ന് നിന്ന് അവിടെ എന്താ ചെയ്യുന്നത്, ക്യാരക്ടർ സംസാരിക്കുകയാണ്, ഓഡിയൻസിന് കേൾക്കാൻ വേണ്ടി സംസാരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഇവിടെ വേറെ ആരും സ്റ്റേജിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇന്നർ തോട്ട്സ് അല്ലെങ്കിൽ ഇമോഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, കൺവേ ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, ഹാംലെറ്റ് തന്നെയാണ് അല്ലേ. ഹാംലെറ്റിന് സോളിലോക്വിസ് അത്രയധികം പ്രാധാന്യമുള്ളതാണ്. അവിടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ആയിരിക്കും ക്യാരക്ടർ നിന്ന് സ്റ്റേജിൽ നിന്നുകൊണ്ട് കൺവേ ചെയ്യുന്നത്. അടുത്തത് സോണറ്റാണ്. സോണറ്റ് നമുക്കറിയാവുന്നതാണ്, 14 വരികളുള്ള പോമാണ്. നമ്മൾ പല ടൈപ്പ് സോണറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഷേക്സ്പീരിയൻ സോണറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റ് ഉണ്ട്, പെട്രാർക്കിൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഉണ്ട്, മിൽട്ടോണിക് ഉണ്ട്, സ്പെൻസേറിയൻ ഉണ്ട്. ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ വരുന്ന പല ടൈപ്പ് സോണറ്റ്സ്. നമുക്ക് പ്രത്യേകത എന്താണെന്ന് അറിയാം, റൈം സ്കീമും മീറ്ററും ഒക്കെ കൃത്യമായിട്ട് കാണും. അവിടെ മിക്കവാറും തീം വരുന്നത് എന്താണ്, ലവ്, ബ്യൂട്ടി അല്ലെങ്കിൽ എന്താണ് ഇമോഷൻസ് ഒക്കെ ആയിരിക്കും ഒരു സ്ട്രക്ചേർഡ് മാനറിലും. അപ്പോൾ നമുക്കറിയാം പല രീതിയിലായിരിക്കും ഈ 14 വരികൾ അറേഞ്ച് ചെയ്യുന്നതും. ചില സമയത്ത് നമുക്ക് കാണാൻ കഴിയും, പക്ഷേ എക്സ്പീരിയൻസ് സോണറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, 4 × 3 + 2 4 വരികളുള്ള 3 ക്വാർട്ടൈനും പിന്നെ ഒരു കപ്ലറ്റും വരാം. ഇനി പെട്രാർക്കിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അവിടെ നമുക്ക് ഒക്ടേവ് പ്ലസ് സെസ്റ്ററ്റ് 8 വരികൾ പിന്നെ 6 വരികൾ ആ രീതിയിലൊക്കെ വരാം. അപ്പോൾ ഓരോ പോയിറ്റ്സും പിന്നെ മിൽട്ടൺ വന്നപ്പോഴും സ്പെൻസർ വന്നപ്പോഴും അവരുടെ രീതിയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സോണറ്റ് എന്ന് പറയുന്നത്. സോണറ്റ് ഒരു ടൈപ്പ് ഓഫ് പോം ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ടോൺ ആണ്. ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൺ റിഫേഴ്സ് ടു ഓതേഴ്സ് ആറ്റിറ്റ്യൂഡ് ഓർ ഇമോഷൻ സ്റ്റാൻഡ്സ് ടുവേർഡ്സ് സബ്ജക്റ്റും. നമുക്ക് ഓരോ റൈറ്റേഴ്സിനെ നോക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ ഒരു ടോൺ എന്ന് പറയുന്നത്. നല്ലൊരു എക്സാമ്പിൾ പറയാം, ചാൾസ് ലാംബ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ് ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവുന്ന തരത്തിലാണ് അദ്ദേഹമൊക്കെ എഴുതുന്നത്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, മാറ്റർ എടുത്താൽ ക്യാരക്ടേഴ്സിനെ ഓഡിയൻസിനെ ഒക്കെ എന്താണ് ഏത് ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതൊരു ഇമോഷണൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഓതർ അവതരിപ്പിക്കുന്നത്. ഫ്രാൻസിസ് ബേക്കനെ എടുക്കാം, അദ്ദേഹത്തിൻ്റെ എസ്സേസ് ഒക്കെ എങ്ങനെയാണ്, വളരെ ഇൻഫോർമലായിട്ടാണോ അല്ല ഫോർമലായിട്ട് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും എടുത്താണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടോൺ വേറെയാണ്. അപ്പോൾ ചാൾസ് ലാംബിൻ്റെ പേഴ്സണൽ എസ്സേസ് ആണെങ്കിൽ നമുക്ക് ഫ്രാൻസിസ് ബേക്കൻ്റെ എന്താ കാണാൻ കഴിയുന്നത്, ഫോർമൽ എസ്സേസ് ആണ്. അപ്പോൾ അവിടെ ടോൺ മാറിയില്ലേ. ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് നമ്മുടെ ഓവറോൾ മൂഡും അറ്റ്മോസ്ഫിയറും ഒക്കെ തീരുമാനിക്കുന്നത് ഈ ടോണാണ്. ഒരിക്കലും നമുക്ക് ചാൾസ് ലാംബിൻ്റെ ഒരു എസ്സേ വായിക്കുന്നതിൽ ആഗ്രഹത്തോടു കൂടി ഇരുന്ന ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസോ ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് ഓഫ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ ഒന്നും നമുക്ക് വായിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് നമുക്ക് ടോൺ എന്ന് പറയുന്നത്. അടുത്ത ട്രാജഡി. ട്രാജഡിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം, ട്രാജഡിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഡെഫിനിഷനൊക്കെ അരിസ്റ്റോട്ടിലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്നറിയാം, ലിറ്ററേച്ചറിലൊരു വാന തന്നെയാണ്. എന്താണ് പ്രത്യേകത, അവിടെ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഹീറോയിക് ക്യാരക്ടറിൻ്റെ ഡൗൺഫാൾ, പതനമായിരിക്കും അല്ലേ, ഏറ്റവും എൻഡിൽ കംപ്ലീറ്റ് നാശകോടാലിയായി തീരുന്ന ടൈപ്പ് വർക്ക്സാണ് നമ്മൾ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, മിക്കവാറും ട്രാജിക് ഫ്ലോ ആയിരിക്കും, അതല്ല എന്തെങ്കിലും ഒരു ട്രാജിക് ഫ്ലോ ആണ്, ഹ്യൂബ്രിസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സർക്കംസ്റ്റൻസുകളാകാം, അല്ലെങ്കിൽ വിധിയാകാം. ഇതൊക്കെ കൊണ്ടായിരിക്കും അവരുടെ ഒരു ഡൗൺഫാൾ വരുന്നത്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കണം, ഇത് കാണുന്ന ഓഡിയൻസിൽ പിറ്റി ആൻഡ് ഫിയർ സംഭവിക്കണമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. കാണുമ്പോൾ എന്താണ് നമുക്ക് പിറ്റി ആൻഡ് ഫിയർ തോന്നണം, അയ്യോ നമുക്ക് ഇതുപോലുള്ള ട്രാജിക് ഫ്ലോ ഒന്നും വരാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് തോന്നണം. ദെൻ അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തത്. അണ്ടർസ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. സംതിങ് ഡെലിബറേറ്റ്ലി റെപ്രസെൻറ്റഡ് ആസ് ലെസ് ഇമ്പോർട്ടൻ്റ് ഓർ സിഗ്നിഫിക്കൻ്റ് ദാൻ ആക്ച്വലി ഈസ്. എന്തെങ്കിലും ഒരു വലിയ സംഭവമായിരിക്കും, മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, അതിന് അത്ര ഒരു സിഗ്നിഫിക്കൻസ് കൊടുക്കാതെ ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നു. അതിനെയാണ് അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വലിയൊരു സംഭവം ഉണ്ടായെങ്കിലും കുഞ്ഞതായിട്ട് അങ്ങ് അവതരിപ്പിക്കുക, അതാണ് അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ്.
ഇനി വേഴ്സ് നോവലാണ്. വേഴ്സ് നോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക, പോയട്രിയിൽ എഴുതുന്ന, പ്രോസിൽ എഴുതാതെ പോയട്രിയിൽ എഴുതുന്ന ഒരു ഫോമിനെയാണ് വേഴ്സ് നോവൽ എന്ന് പറയുന്നത്. പോയട്രിയുടെ നെറേറ്റീവ് ഫിക്ഷൻ്റെയും എലമെൻറ്റ്സ് ചേർത്തുകൊണ്ട് ഒരു യൂണിക് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ നമുക്ക് ബാക്കി ടേംസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്